നമ്മെ വിട്ടുപിരിഞ്ഞ ബഹുമാന്യനായ ശ്രീ അച്യുതാനന്ദൻ ധീരനായ സഖാവ്, അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദീർഘദർശിത്വത്തെക്കുറിച്ച് ഒരു 2 വാക്ക് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ അമുൽ ബേബി എന്ന് വിളിച്ചു. അമൂൽ പുത്രനാണ് സോണിയാഗാന്ധിയും അവരുടെ മോൻ രാഹുൽ ഗാന്ധിയും എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി കുറെ അമൂൽ പുത്രന്മാരെ ഇറക്കി. പക്ഷെ അന്ന് ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഈ പേര് അത്ര ആപ്റ്റാണെന്ന് ആരും ധരിച്ചില്ല. പക്ഷെ ഇപ്പോഴിതാ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് രാജ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തുക, മോഡി വിരുദ്ധ പ്രസ്താവനകൾ നടത്തുക, വെല്ലുവിളിക്കുക, ആക്ഷേപങ്ങൾ പലരെയും കുറിച്ച് ഉന്നയിക്കുക, ഇതൊക്കെ തന്നെ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആക്ഷേപം ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം കാണിച്ചാണ് BJP ജയിച്ചത്, അതിന് ഇവിടുന്നൊക്കെയോ കുറേ രേഖകളെന്ന് പറഞ്ഞ് കടലാസുകളും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം കാണിച്ചാണ് വിജയം കൈവരിച്ചതെങ്കിൽ സമയം കഴിഞ്ഞിട്ടില്ല. ഫ്രോഡ് പ്ലേ ചെയ്തുകൊണ്ടാണ് ഒരാൾ വിജയം കൈവരിച്ചതെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ആ തെരഞ്ഞെടുപ്പ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ച് ഇലക്ഷൻ കമ്മീഷൻ ആ തെരഞ്ഞെടുപ്പ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതിനൊന്നും പോകാതെ കുറേ കടലാസും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ BJP രേഖകൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം കാണിച്ചാണ് അധികാരത്തിൽ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, കഴമ്പില്ലാത്ത ആരോപണങ്ങളുമായി നടക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അനുയോജ്യമായ പേര് അമുൽ ബേബി എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സഖാവിന് വീണ്ടും ഒരിക്കൽ കൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.